Hello all, welcome to News in 360 Degree by Civils360 IAS Academy. നൊബേൽ പ്രൈസ് ഇന്നലെ മെഡിസിന്റെ ആയിരുന്നു, ഇന്ന് ഫിസിക്സിന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്രൊഫസർ ജോൺ ഹൂപ്ഫീൽഡിനും പ്രൊഫസർ ജെഫ്രി ഹിഞ്ചനുമാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തിയറട്ടിക്കൽ ഫൗണ്ടേഷൻ ആയ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സിന്റെ പുറത്തുള്ള വർക്കിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നത് മെഷീൻ ലേണിംഗിന്റെ പുറത്താണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്കറിയാം, ഹ്യൂമൻ ഇന്റലിജൻസിനെ മെഷീൻസ് സിമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതായത് ഹ്യൂമൻസിനെ പോലെ തന്നെ ഡേറ്റ പ്രോസസ് ചെയ്ത് സ്വന്തമായിട്ട് ഡിസിഷൻസ് ഒക്കെ എടുക്കാനും ഇന്ററാക്ട് ചെയ്യാനും ഒരു ഒരു വെർച്വൽ ഹ്യൂമൻ പോലെ ആക്ട് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ്. ഇതിന്റെ പുറത്തുള്ള വർക്കിന് വേണ്ടിയിട്ടാണ് ഇവർക്കിപ്പോ നൊബേൽ കിട്ടിയിട്ടുള്ളത്. സോ നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുമ്പോൾ ന്യൂറോൺസ് ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ. ഈ ന്യൂറോൺസിന്റെ ന്യൂറോൺ സെൻസ് സിഗ്നൽസ് അതുവഴി നമ്മൾ പ്രോസസ് ചെയ്തിട്ടാണ് നമ്മുടെ കോഗ്നിഷൻ പ്രോസസ് ഒക്കെ നടക്കുന്നത്. അതിനെ അനിമൽ ബ്രെയിനെ മോഡൽ ചെയ്തിട്ടുള്ള ഒരു framework ആണ് artificial neural networks. They are a collection of neurons, or more broadly nodes, capable of processing data connected in specific ways. അതായത് കുറെ ന്യൂറോൺസ് ഉണ്ടാവും and they are interconnected. ഈ ഇന്റർകണക്ഷൻസ് വഴി ഡേറ്റ പ്രോസസ് ചെയ്യാൻ ഉള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കും ഈ ന്യൂറൽ നെറ്റ്വർക്കിൽ. സോ a connection between two neurons allows information to flow between them. In a recurrent neural network, information can flow both ways. ഇവിടെ ഒരു ways ഉണ്ട്, അത് okay. It's a model inspired by the structure and function of biological neural networks in animal brains. ഇപ്പൊ ഈ കാണുന്ന നോഡ്സ്, ഇമേജ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ കാണുന്ന നോഡ്സ് ആണ്. അപ്പൊ ഈ നോഡ്സ് ഇന്റർകണക്റ്റഡ് ആണ്. എല്ലാത്തിലേക്കും കണക്ഷൻസ് ഉണ്ട്. ഇൻപുട്ട് പോകുന്നു, ഔട്ട്പുട്ട് പോകുന്നു. ഇതുപോലെയാണ് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിനുള്ളിലും ന്യൂറോൺസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ അതിനെ സിമുലേറ്റ് ചെയ്തുകൊണ്ട് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഒരു റെവല്യൂഷണറി ഫൈൻഡിങ് ആയിരുന്നു, ഈ എസ്പെഷ്യലി AI റിലേറ്റഡ് ആയിട്ട്. സോ അതിന്റെ തിയറട്ടിക്കൽ ഫൗണ്ടേഷൻസിന്റെ പുറത്ത് വർക്ക് ചെയ്തിരുന്നു ഇവർ രണ്ടുപേരും. അതുകൂടാണ്ട് മറ്റൊരു ന്യൂസും സയൻസ് ആൻഡ് ടെക് GS3 പെർസ്പെക്റ്റീവില് തന്നെയാണ് വന്നിട്ടുള്ളത്. PSLV ലോഞ്ച് വെഹിക്കിൾ, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ C-37ന്റെ അപ്പർ സ്റ്റേജ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ചു വന്നു എന്ന് ISRO പറഞ്ഞിട്ടുണ്ട്. അപ്പോ ലോഞ്ച് വെഹിക്കിൾസ് എന്ന് പറയുന്നത് നമ്മൾ കോമൺ പാർലൻസിൽ റോക്കറ്റ്സ് എന്ന് പറയുന്ന കാര്യം. ലോഞ്ച് വെഹിക്കിൾ ഇസ് എ റോക്കറ്റ് പവർഡ് വെഹിക്കിൾ ദാറ്റ് ട്രാൻസ്പോർട്ട്സ് എ സ്പേസ് ക്രാഫ്റ്റ് ബിയോണ്ട് ദി എർത്ത് അറ്റ്മോസ്ഫിയർ ഈതർ ഇൻ ടു ദി ഓർബിറ്റ് അറൌണ്ട് ദി എർത്ത് ഓർ ടു അനദർ ഡെസ്റ്റിനേഷൻ ഇൻ ഔട്ടർ സ്പേസ്. സിമ്പിൾ ആണ്, നമുക്കറിയാം. ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ ഒരു പേലോഡ്, അത് സാറ്റലൈറ്റ് ആവാം, മറ്റെന്തെങ്കിലും ആവാം, അതിനെ എർത്തിന്റെ ഓർബിറ്റിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഔട്ടർ സ്പേസിലുള്ള ഡെസ്റ്റിനേഷനിലേക്കോ കൊണ്ടുപോകുന്ന ഒരു റോക്കറ്റ് പവേർഡ് വെഹിക്കിളിനെയാണ് നമ്മൾ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയാം. ISROക്ക് പ്രധാനമായിട്ടും അറ്റ് പ്രസന്റ് ഫംഗ്ഷനിങ് ആയിട്ട് 3 ലോഞ്ച് വെഹിക്കിൾസ് ആണുള്ളത്. ഒന്ന് PSLV, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. 2 GSLV, ജിയോസിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. 3 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3, LVM3 എന്ന് പറയും. സോ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLVയുടെ പേലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ് ടു 1750 kg. അത് ഒരു 600 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡിൽ വരെ പ്ലേസ് ചെയ്യാൻ PSLVക്ക് പറ്റും. ചന്ദ്രയാൻ 1 2008 മാർസ് ഓർബിറ്റർ സ്പേസ് ക്രാഫ്റ്റ് 2013 PSLV ആണ് ക്യാരി ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ജിയോസിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഈ സാറ്റലൈറ്റ്സിനെയൊക്കെ പൊതുവെ ലോ എർത്ത് ഓർബിറ്റ്സിൽ പ്ലേസ് ചെയ്യുന്നത് GSLVയിലാണ്. പേലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 6 tons ആണ് ഇൻ ലോവർ ഓർബിറ്റ്സിൽ. പിന്നെ മൾട്ടിപ്പിൾ സാറ്റലൈറ്റ്സിനെയൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും. ചന്ദ്രയാൻ 2 GSLV ആണ് കൊണ്ടുപോയിട്ടുള്ളത്. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 അപ് ടു 8000 kg ഇൻറ്റു 600 കിലോമീറ്റർ ലോ എർത്ത് ഓർബിറ്റ്സ് വരെ കൊണ്ടുപോകാൻ പറ്റും. ചന്ദ്രയാൻ 3 കൊണ്ടുപോയിട്ടുള്ളത് LVM3 ആണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ അറിയേണ്ട വേറൊരു കാര്യം, സ്പേസ് ഡെബ്രിയെ പറ്റിയിട്ടാണ്. ശരിക്കും ഈ സ്പേസ് മിഷൻസ് എല്ലാം നടത്തിയിട്ട്
ഈ ബാക്കി വരുന്ന റോക്കറ്റ്സിന്റെ പാർട്സ് ആയാലും ശരി, അല്ലാണ്ട് ഈ ഡിഫങ്ക് ആയിട്ടുള്ള സാറ്റലൈറ്റ്സ് ആയാലും ശരി, ഇതൊരു ഭയങ്കര ക്രൈസിസിലേക്ക് ലീഡ് ചെയ്യാണ്. സ്പേസ് ഡെബ്രി കൂടി വരാണ്. അപ്പൊ ആ ഒരു കൺസേൺ വെച്ചിട്ട് കുറച്ച് ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. സ്പേസ് ഡെബ്രി, അതായത് ഏത് കൺട്രി ആണോ അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷൻ ആണോ ഈ റോക്കറ്റ്സ് ഒക്കെ ലോഞ്ച് ചെയ്യുന്നത്, അവർ തന്നെ അതിന്റെ സേഫ് ഡിസ്പോസലിനുള്ള മെക്കാനിസം കണ്ടെത്തണം എന്നൊക്കെയുള്ള ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റ് PSLV-37 എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ കയറി എന്നുള്ള ന്യൂസ് സ്പേസ് ഡെബ്രിയുടെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കണം. സോ ഇത് 2017 ഈ PSLV-C-37 ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. 103 സാറ്റലൈറ്റ്സ് പ്ലസ് അനദർ കാർട്ടോസാറ്റ് 2D, ഇതും കൂടി ഇത്രയും 104 സാറ്റലൈറ്റ്സ് ഇൻ ടോട്ടൽ ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് ക്രിയേറ്റഡ് ഹിസ്റ്ററി ആസ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് മിഷൻ ടു ലോഞ്ച് 104 സാറ്റലൈറ്റ്സ് വിത്ത് എ സിംഗിൾ വെഹിക്കിൾ. ഒരു ഒറ്റ വെഹിക്കിൾ കൊണ്ട് 104 സാറ്റലൈറ്റ്സിനെ ലോഞ്ച് ചെയ്തു എന്നുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ഈ പറയുന്ന PSLV-C-37 ഉണ്ട്. ഇതിനെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് US സ്പേസ് കമാൻഡ്, US സ്പേസ് കോമും ഈ പറയുന്ന PSLV-C-37 അപ്പർ സ്റ്റേജിനെ മോണിറ്റർ ചെയ്തിരുന്നു. ശരിക്കും റോക്കറ്റിന് പല സ്റ്റേജസ് ഉണ്ട്. ഓരോ സ്റ്റേജും എന്താ പറയാ ഒരു പെർപ്പസിനുള്ളതാണ്. ഓരോ സ്റ്റേജ് കഴിയും, ഒരു പെർട്ടിക്കുലർ സ്റ്റേജിന്റെ യൂസ് കഴിയുമ്പോൾ ആ സ്റ്റേജിനെ ഡിസ്കാർഡ് ചെയ്യാറുള്ളത്. ഇതിപ്പോ ലാസ്റ്റ് സ്റ്റേജ്, അപ്പർ സ്റ്റേജ് ആണ് തിരിച്ചു വന്നിട്ടുള്ളത്. സോ അറ്റ്മോസ്ഫിയറിക് റീഎൻട്രി ഓഫ് ദ റോക്കറ്റ് ബോഡി ഈസ് ഫുള്ളി കംപ്ലൈന്റ് വിത്ത് ഇന്റർനാഷണൽ ഡെബ്രി മിറ്റിഗേഷൻ ഗൈഡ് ലൈൻസ്. നേരത്തെ പറഞ്ഞ ഗൈഡ് ലൈൻസിന്റെ ഒരു എക്സാമ്പിൾ ഇന്റർ ഏജൻസി സ്പേസ് ഡെബ്രി കോർഡിനേഷൻ ആണ്. അതായത് ഇപ്പൊ ISRO അതുപോലെ തന്നെ US സ്പേസ് കമാൻഡ് തമ്മിലുള്ള ഒരു കോർഡിനേഷന്റെ പുറത്ത് US സ്പേസ് കോം ഈ പറയുന്ന ഡെബ്രി PSLV-C-37 അപ്പർ സ്റ്റേജിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അതിന്റെ കീഴിൽ പറയുന്നതെന്ന് വെച്ചാൽ ഒരു മിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻറ്റ് ആയിട്ടുള്ള ഒരു ഓബ്ജക്റ്റ് അതിനെ 25 വർഷത്തിനുള്ളിൽ റിമൂവ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഓർബിറ്റിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്ന് ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. അത് പാലിച്ചുകൊണ്ടിട്ടാണ് ഇപ്പോ ഇത് തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് വന്നിട്ടുള്ളത്. അടുത്തത് ഒരു എഡിറ്റോറിയൽ പീസ് ആർട്ടിക്കിൾ ആണ്. UK അതിന്റെ അവസാനത്തെ കോൾ ഫയർഡ് പവർ പ്ലാന്റും ഷട്ട് ഡൗൺ ചെയ്തു എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം GS3 എൻവയോൺമെന്റിലായാലും പ്രിൻസ് പെർസ്പെക്ടീവിലായാലും നമ്മൾ എൻവയോൺമെന്റിൽ പഠിക്കും പാരീസ് എഗ്രിമെന്റിനെ പറ്റിയിട്ട്. പാരീസ് എഗ്രിമെന്റ് എന്താണ്? നമ്മുടെ ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഗ്ലോബൽ വാർമിംഗ് മിറ്റിഗേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ അഗ്രിമെന്റ് ആണ്. അപ്പൊ പാരീസ് അഗ്രിമെന്റിന്റെ കീഴിൽ നമുക്ക് കുറച്ച് ഇന്റൻഡഡ് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, INDC ടാർഗറ്റുകൾ ഉണ്ട്. അപ്പൊ അതില് നമുക്ക് ഈ നോൺ ഫോസിൽ പവേർഡ് എനർജി സോഴ്സസിലേക്ക് സ്വിച്ച് ചെയ്യുന്നതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ശരിക്കും കോളിന് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു നേഷൻ ആണ്. കോൾ എന്ന് പറയുന്ന ഒരു ഫോസിൽ ഫ്യൂവൽ ശരിക്കും ഭയങ്കര എന്താണ്, കാർബൺ ഭയങ്കരമായിട്ട് എമിറ്റ് ചെയ്യുന്ന ഒരു ഫോസിൽ ഫ്യൂവൽ ആണ് കോള്. അപ്പൊ കോളിൽ നിന്ന് പതിയെ ഗ്രാജുവലി കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് ഇന്ത്യ എയിം ചെയ്യുന്നതാണ്. പക്ഷെ അറ്റ് പ്രസന്റ് നമ്മൾ നമ്മുടെ ഇലക്ട്രിസിറ്റി നീഡ്സ് ഒക്കെ മേജർലി മീറ്റ് ചെയ്യുന്നത് കോൾ പവേർഡ് ആയിട്ടുള്ള തെർമൽ പ്ലാന്റ്സിന്റെ കൂടെ തന്നെയാണ്. ഇൻഫാക്ട് പവർ ഡിമാൻഡ് റൈസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കോളിന്റെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂടാണ്ട് നമ്മൾ കോൾ ഇമ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുവിധം നമ്മൾ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന കോൾ എല്ലാം നമ്മുടെ ഡൊമസ്റ്റിക് യൂസിന് തന്നെയാണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോ നമ്മുടെ INDC ടാർഗറ്റ്സ് എന്തൊക്കെയാണ്? പാരീസ് അഗ്രിമെന്റിന് കീഴിലുള്ള ഇന്റൻഡഡ് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ്, അതായത് ഓരോ നേഷൻസ് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ടു അറസ്റ്റ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളത്. ആ ടാർഗറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഒന്ന്, 45% റിഡക്ഷൻ ഇൻ എമിഷൻസ് ഇന്റൻസിറ്റി ഓഫ് GDP, അതായത് ഒരു യൂണിറ്റ് GDPക്ക് എത്ര എമിഷൻസ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ളത് കുറയ്ക്കും. അത് 45% ആയിട്ട് കുറയ്ക്കും ഫ്രം 2005 ലെവൽസ്. 2005 എത്രയായിരുന്നോ അതിൽ നിന്ന് 45% കുറയ്ക്കും എന്നുള്ളതാണ് ഫസ്റ്റ് ടാർഗറ്റ്. രണ്ട്, അറ്റ്ലീസ്റ്റ് 50% ഓഫ് ഇൻസ്റ്റാൾഡ് ഇലക്ട്രിസിറ്റി ജനറേഷൻ കപ്പാസിറ്റി വുഡ് ബി ബേസ്ഡ് ഓൺ നോൺ ഫോസിൽ ഫ്യൂവൽ ബേസ്ഡ് സോഴ്സസ്, അതായത് ക്ലീൻ എനർജി സോഴ്സസ് ആയിരിക്കും. ഇപ്പൊ സോളാർ, വിൻഡ്, ടൈഡൽ, അതുപോലത്തെ നോൺ ഫോസിൽ ഫ്യൂവൽ ബേസ്ഡ്, ന്യൂക്ലിയർ പോലത്തെ നോൺ ഫോസിൽ ഫ്യൂവൽ ബേസ്ഡ് എനർജി സോഴ്സസ് എന്നായിരിക്കും അറ്റ്ലീസ്റ്റ് 50% ഓഫ് ഇലക്ട്രിസിറ്റി ജനറേഷൻ. അതിന്റെ ടാർഗറ്റ് 2030 ആണ്. പിന്നെ increase non-fossil fuel energy capacity to 500 gigawatts by 2030. Again, non-fossil fuel, nuclear, wind, clean energy sources in the energy capacity 2030 ആകുമ്പോഴത്തേക്കും 500 gigawatt ആക്കുക എന്നുള്ളതാണ് വേറൊരു ടാർഗറ്റ്. പിന്നെ reduce the total projected carbon emissions by 1 billion tons by 2030. ഈ കാർബൺ എമിഷൻസ് റെഡ്യൂസ് ചെയ്യുക 1 ബില്യൺ ടൺസ് ബൈ 2030. 1 ബില്യൺ ടൺസ് വെച്ച് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്.
ആൻഡ് അച്ചീവ് നെറ്റ് സീറോ കാർബൺ ബൈ 2070. ഈ നെറ്റ് സീറോ കാർബൺ ശ്രദ്ധിക്കണം, സീറോ കാർബൺ അല്ല, നെറ്റ് സീറോ കാർബൺ. നെറ്റ് സീറോ കാർബൺ എന്ന് പറയുമ്പോൾ നമ്മൾ കാർബണിന്റെ എമിഷൻ കുറച്ച് കൊണ്ടുവന്ന് അവസാനം ഇറ്റ് വിൽ റീച്ച് എ ലെവൽ വേർ നമ്മൾ എത്ര എമിറ്റ് ചെയ്യുന്നോ അത്രയും തന്നെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് റിമൂവ് ആവുന്ന ഒരു ലെവലിലേക്ക് എത്തും. നമ്മൾ എത്ര എമിറ്റ് ചെയ്യും അത്രയും തന്നെ റിമൂവ് ആവും. അതായത് അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ലെവൽ അപ്പോഴത്തേക്കും കോൺസ്റ്റന്റ് ആയിരിക്കും, അഡിഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. അതാണ് ഈ നെറ്റ് സീറോ എമിഷൻ എന്ന് പറയുന്നത്, നെറ്റ് സീറോ കാർബൺ എമിഷൻസ് എന്ന് പറയുന്നത്. അതായത് കാർബൺ നമ്മൾ എമിറ്റ് ചെയ്യുന്നില്ല എന്നല്ല, നമ്മുടെ നീഡ്സിന് വേണ്ടി ഓഫ് കോഴ്സ് നമ്മൾ കാർബൺ എമിറ്റ് ചെയ്യും, പക്ഷെ അത് ഒരു കുറഞ്ഞ ലെവലിലായിരിക്കും. ഈ എത്ര എമിറ്റ് ചെയ്യുന്നു അത്രയും തന്നെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് റിമൂവും ആവും, നാച്ചുറലി അബ്സോർബ് ആയി ആ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിനെയാണ് നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്ന് പറയുന്നത്. ഈ നെറ്റ് സീറോ കാർബൺ നമ്മൾ 2070 അച്ചീവ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ 5th INDC ടാർഗറ്റ്. പിന്നെ ആർട്ടിക്കിളിലുള്ള കുറച്ച് സ്റ്റാറ്റ്സ് ആണ്. ആർട്ടിക്കിൾ ആസ് സച്ച് എന്താ പറയുക, UK ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. UK എന്താ പറയുക, ഹിസ്റ്റോറിക്കലി UK കാർബൺ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതും അവരുടെ ഡെവലപ്മെന്റിന്റെ ബേസ് ഇതായിരുന്നു എന്നുള്ളതും ഇന്ത്യ അത്രയൊന്നും ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിക്കുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. അതിൽ കുറച്ച് സ്റ്റാറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഒരു കമ്പൈലേഷൻ ആണ്. ലാർജസ്റ്റ് കാർബൺ എമിറ്റേഴ്സ് വേൾഡിൽ USA, ഫോളോഡ് ബൈ ചൈന, ഫോളോഡ് ബൈ ഇന്ത്യ. ഇന്ത്യ തേർഡ് ലാർജസ്റ്റ് കാർബൺ എമിറ്റർ ആണ്. പെർ ക്യാപിറ്റ കാർബൺ എമിഷൻസ്, അതായത് ടോട്ടൽ കാർബൺ എമിഷൻസ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ, ഒരാളുടെ മേലത്തെ എത്ര കാർബൺ എമിഷൻ ആണ് ഉണ്ടാവുന്നത് എന്നുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2 ടൺ ആയിരുന്നു 2023, വിച്ച് ഇസ് വേ ലെസ് ദാൻ ദ ഗ്ലോബൽ ആവറേജ് ഓഫ് 4.6 ടൺസ്. സോ UK ഒക്കെ ഇതിലും കൂടുതലാണ്. UK നമ്മുടെ അത്ര പോപ്പുലേഷൻ ഇല്ല, പക്ഷെ എന്നാൽ പോലും അവരുടെ എമിഷൻസിന്റെ ഓവറോൾ നമ്പർ കുറവാണെങ്കിൽ പോലും അവരുടെ പോപ്പുലേഷൻ വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ പെർ ക്യാപിറ്റ എമിഷൻസ് എന്ന് പറയുന്നത് ഇന്ത്യയെക്കാട്ടിലും കൂടുതലാണ്. പിന്നെ ഇന്ത്യയുടെ ഫസ്റ്റ് കോൾ മൈൻ റാണിഗഞ്ചിലായിരുന്നു 1774, അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങിയതായിരുന്നു. പിന്നെ ഇന്ത്യയുടെ ഫസ്റ്റ് കോൾ ഫയർഡ് പവർ പ്ലാന്റ്, ഇത് കോൾ മൈൻ ആയിരുന്നു. കോൾ ഫയർഡ് പവർ പ്ലാന്റ് തുടങ്ങിയത് നിസാമിന്റെ ഹൈദരാബാദിലായിരുന്നു. ഹുസൈൻ സാഗർ തെർമൽ പവർ സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1920 ഡ്യൂറിംഗ് ദ നിസാംസ് റൂൾ. ഹൈദരാബാദ് സെക്കൻഡറാബാദ് ട്വിൻ സിറ്റീസിന് പവർ സപ്ലൈ ചെയ്യാനായിരുന്നു ഇത്. ഇന്ത്യസ് കോൾ, പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ലാർജ്ലി ഡൊമസ്റ്റിക് പവർ പ്രൊഡക്ഷന് വേണ്ടി തന്നെയാണ് ഇന്ത്യയുടെ കോള്, പക്ഷെ ഇപ്പൊ നമ്മൾ കോൾ ഇമ്പോർട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ കൗൺസിൽ ഓൺ എനർജി എൻവയോൺമെന്റ് ആൻഡ് വാട്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ തേർമൽ പവർ പ്ലാന്റ്സ് അബൌട്ട് 4 lakh ആൾക്കാരെ വരെ എംപ്ലോയ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതും ഒരു അണ്ടർ എസ്റ്റിമേഷൻ ആവാൻ സാധ്യതയുണ്ട്, കാരണം ഒരുപാട് ഇൻഫോർമൽ എംപ്ലോയ്മെന്റ് ഈ കോൾ പവർ പ്ലാന്റ്, തെർമൽ പവർ പ്ലാന്റ്സ് റിലേറ്റഡ് ആയിട്ട് നടക്കുന്നുണ്ട്. സോ ഈ 4 ലക്ഷം എന്നുള്ളത് ഒരു അണ്ടർ എസ്റ്റിമേഷൻ ആവാൻ സാധ്യതയുണ്ടെന്നും ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ കോൾ പ്ലാന്റ്സ് ഷട്ട് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും എംപ്ലോയ്മെന്റിന്റെ ഒരു ഇഷ്യൂ കൂടി വരുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഒരു ഡയമെൻഷൻ ആണത് കോൾ ഫേസ് ഡൗൺ ചെയ്യുന്നതിന്. പിന്നെ ഈ പലപ്പോഴും ഈ എന്താ പറയുക, UN കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള UNFCCയുടെ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCCയുടെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് അവരുടെ ആനുവൽ മീറ്റിംഗിൽ പലപ്പോഴും കോളിനെ ഫേസ് ഔട്ട് ചെയ്യണം എന്ന് പറയും. ഫേസ് ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ പാടെ ഒഴിവാക്കുക എന്നുള്ളതാണ്, ഗ്രാജുവലി ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യയും ചൈനയും പോലത്തെ ഡെവലപ്പിംഗ് കൺട്രീസ് ഡിപ്പെൻഡന്റ് ഓൺ കോൾ ആണ്. അതുകൊണ്ട് ഇന്ത്യയും ചൈനയും പറയുന്നത് ഈ ഫ്രേസിംഗ് മാറ്റിയിട്ട് ഫേസ് ഔട്ട് മാറ്റിയിട്ട് ഫേസ് ഡൗൺ ചെയ്യാൻ വേണ്ടി പറയണം എന്നാണ് ഇന്ത്യയും ചൈനയൊക്കെ ആവശ്യപ്പെടുന്നത്. അതായത് ഗ്രാജുവലി കുറച്ച് കൊണ്ടുവരിക എന്നുള്ള ഒരു ടാർഗറ്റ്, റിയലിസ്റ്റിക് ടാർഗറ്റ് ആണ് ഇന്ത്യയും ചൈനയും പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസ് ആർഗ്യൂ ചെയ്യുന്നത്. പിന്നെ ഗിഗ് വർക്കേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഗിഗ് വർക്കേഴ്സ്, ഗിഗ് എക്കോണമി, സൊസൈറ്റി, ഇന്ത്യൻ സൊസൈറ്റി പെർസ്പെക്റ്റീവില് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രീവിയസ് ഇയർ മെയിൻസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗിഗ് വർക്കേഴ്സ് എന്താണ് ഗിഗ് വർക്കേഴ്സ്, എന്താണ് ഗിഗ് എക്കോണമി, ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്, റെഗുലേറ്ററി മെക്കാനിസംസ് എന്തൊക്കെയാണ്, വേ ഫോർവേഡ് എന്തൊക്കെയാണെന്നുള്ളത് അറിയണം. ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള എംപ്ലോയർ റിലേഷൻഷിപ്പ്, അതായത് ഒരു ഫോർമൽ വർക്കിംഗ് സ്ട്രക്ചറിന് പുറത്തുള്ള വർക്കേഴ്സിനെയാണ് നമ്മൾ ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുക. അപ്പോൾ അവരൊരു കോൺട്രാക്ച്വൽ ബേസിസിലായിരിക്കും അവരുടെ എംപ്ലോയേഴ്സുമായിട്ട് അവരുടെ എംപ്ലോയഡ് ആയിരിക്കും, ഒരു കോൺട്രാക്ച്വൽ ബേസിസിലായിരിക്കും. മാത്രമല്ല ഒരു ഷോർട്ട് ടേം വർക്ക് ആയിരിക്കും, ഫ്രീലാൻസിങ് പോലത്തെ വർക്ക് ആയിരിക്കും. അതൊരു പ്ലാറ്റ്ഫോമിന്റെ കൂടെ ചെയ്യുമ്പോൾ, ഇപ്പൊ സൊമാറ്റോ, സ്വിഗ്ഗി പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിന്റെ കൂടെ ചെയ്യുമ്പോൾ നമ്മൾ അവരെ പ്ലാറ്റ്ഫോം വർക്കേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. നമുക്കറിയാം, എന്താ പറയാ, ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അവിടെ. ഒരു റിജിഡ് 9 to 5 ഫ്രെയിം വർക്ക് അല്ല, ദർ ഇസ് ഫ്ലെക്സിബിൾ വർക്ക് ടൈമിങ്സ് ഉണ്ട്. ഒരു വളരെ കോൺട്രാക്ച്വൽ നേച്ചർ ഓഫ് വർക്ക് ആണ്. പിന്നെ ഇന്ത്യയിൽ നമുക്കൊരു കോഡ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്. നമ്മുടെ ലേബർ കോഡ്സിന് കീഴിൽ വരുന്ന ഒരു കോഡാണ് കോഡ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി. കോഡ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി ഗിഗ് വർക്കേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പേഴ്സൺ ഹു പാർട്ടിസിപ്പേറ്റ്സ് ഇൻ എ വർക്ക് അറേഞ്ച്മെന്റ്
and earns from such activities outside of a traditional employer-employee relationship. അങ്ങനെ ഒരു ഡെഫിനേഷൻ ആണ് കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020 ഉള്ളത്. ഈ ഗിഗ് എക്കോണമി ശരിക്കും ഒരു റൈസിംഗ് എക്കോണമി ആണ്. ആൻഡ് അത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് ഈ കോഡ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി 2020 ഗിഗ് വർക്കേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഗിഗ് വർക്കേഴ്സ് പക്ഷേ കുറച്ച് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മെയിൻസ് പെർസ്പെക്ടീവിൽ അറിഞ്ഞിരിക്കണം. ഗിഗ് എക്കോണമിയുടെ പൊട്ടൻഷ്യൽ അറിഞ്ഞിരിക്കണം. ഗിഗ് വർക്കേഴ്സ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ അറിഞ്ഞിരിക്കണം. നീതി ആയോഗിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ട്. അതിൽ ദ നമ്പർ ഓഫ് ഗിഗ് വർക്കേഴ്സ് ആർ എക്സ്പെക്ടഡ് ടു ഗ്രോ ഫ്രം 7.7 മില്യൺ. 2020 7.7 മില്യൺ ആയിരുന്നു. 2030 ആകുമ്പോഴത്തേക്കും 23.5 മില്യൺ ആവുമെന്ന് നീതി ആയോഗ് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഡെക്കേഡ് തുടങ്ങിയപ്പോൾ 2010 തുടങ്ങി കഴിഞ്ഞപ്പോൾ 77 ലാഖ് ഗിഗ് വർക്കേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സോറി, ഡെക്കേഡ് 2020 കഴിഞ്ഞപ്പോൾ. ഇഷ്യൂസ് നമ്മൾ ബ്രോഡ്ലി പറയുമ്പോൾ ലാക്ക് ഓഫ് ലിവിങ് വേജസ്, അതാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ളത്. ലിവിങ് വേജസ് പലപ്പോഴും അവർക്ക് കിട്ടാറില്ല. കാരണം ഇതിന് സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള എന്താ പറയുക ഗവൺമെന്റ് റെഗുലേഷൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പ്ലാറ്റ്ഫോംസ് അവർക്ക് ഒരു മിനിമം വേജ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവിഷൻസ് ലൈക്ക് പെൻഷൻ, പെയ്ഡ് ലീവ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഗിഗ് വർക്കേഴ്സിന് കിട്ടാറില്ല. ജോബ് സെക്യൂരിറ്റി ഇല്ല. കോൺട്രാക്ച്വൽ ബേസിസ് ആണ്, എപ്പോ വേണോ ടെർമിനേറ്റ് ചെയ്യപ്പെടാം. ഹസാഡസ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് പലപ്പോഴും നമുക്കറിയാം. ഇപ്പൊ നമ്മുടെ സ്വിഗ്ഗി സൊമാറ്റോ വർക്കേഴ്സിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഇവർക്ക് ഈ ടാർഗറ്റ്സ് പെട്ടെന്ന് മീറ്റ് ചെയ്യാനായിട്ട് ഓവർ സ്പീഡ് ഒക്കെ ചെയ്ത് ആക്സിഡന്റ്സ് ഉണ്ടാവാറുണ്ട്. ഹസാഡസ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ആണ് പലപ്പോഴും ഗിഗ് വർക്കേഴ്സിന് ഉണ്ടാവുക. പിന്നെ ലീഗൽ റെഗുലേറ്ററി മെഷേഴ്സ്, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള റെഗുലേറ്ററി മെഷേഴ്സ് വളരെ കുറവാണ്. ഇപ്പൊ കർണാടകയാണെന്ന് തോന്നുന്നു, കർണാടക ഒരു ബില്ല് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും ഫർദർ എന്താ പറയാ ഫർദർ ഇംപ്രൂവ്മെന്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. സോ ഇതിനെല്ലാം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ സ്റ്റാറ്റ്സും ഉണ്ടാക്കണം, വേ ഫോർവേഡും ഒക്കെ ഉണ്ടാക്കണം. ഇത് 2021 ചോദിച്ച ചോദ്യമാണ്. GS1 എക്സാമിൻ ദ റോൾ ഓഫ് ഗിഗ് എക്കോണമി ഇൻ ദ പ്രോസസ് ഓഫ് എംപവർമെന്റ് ഓഫ് വിമൻ ഇൻ ഇന്ത്യ. ഗിഗ് എക്കോണമി ആൻഡ് വിമൻ. അപ്പൊ അതും നമ്മൾ സബ് ടോപ്പിക് പോലെ ഗിഗ് എക്കോണമി എങ്ങനെയാണ് പെർട്ടിക്കുലർ സെക്ഷൻസ് ഓഫ് പോപ്പുലേഷനെ ബാധിക്കുന്നത് എന്നുള്ള രീതിക്ക് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നത്. ഇന്നത്തെ ഇമ്പോർട്ടന്റ് ന്യൂസ് അത്രയേ ഉള്ളൂ. താങ്ക് യു.